ഹലോ മൈ ഡിയർ ലേണേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ തേർഡ് സെമ്മിൻ്റെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, അതായത് അഗ്രേറിയൻ റവല്യൂഷൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ ആൻഡ് കമേഴ്ഷ്യൽ റവല്യൂഷൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ ക്രോപ്പ് റൊട്ടേഷൻ വരെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്. കാരണം ഞാൻ വിചാരിച്ചു അത് ഫുൾ അപ്ലോഡ് ചെയ്തു എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ അത്രയും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്രോപ്പ് റൊട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്സ് ഉണ്ടല്ലോ, സിഗ്നിഫിക്കൻസ് ഓഫ് അഗ്രികൾച്ചറൽ റവല്യൂഷൻ, ദെൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, പിന്നെ വൈ ഡിഡ് ഇറ്റ് ബിഗിൻ ഇൻ ഇംഗ്ലണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് അഗ്രികൾച്ചറൽ റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും എന്തുകൊണ്ട് ഇത് ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതും എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക്, അതായത് നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയിലെ അതിൻ്റെ ലിങ്കും കൂടെ ഇതിൻ്റെ ഒപ്പം കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. നേരത്തെ ഉള്ളത് നിങ്ങൾക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ലിങ്ക് നോക്കി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി അഗ്രികൾച്ചറൽ റവല്യൂഷൻ ബ്രിട്ടനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് പ്രൂവ് ടു ബി എ മേജർ ടേണിംഗ് പോയിൻറ്റ്. അത് ഒരു ടേണിംഗ് പോയിൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കാരണം ഒരുപാട് അഗ്രികൾച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ അഗ്രികൾച്ചറൽ റവല്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. Although evidence-based advice on farming began to appear in England in the mid-17th century. അതായത് mid-17th centuryയിലാണ് എവിഡൻസ്-ബേസ്ഡ് അഡ്വൈസ് ഓൺ ഫാമിംഗ്, അതായത് ഓവറോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചതും, അല്ലെങ്കിൽ കൃഷിയിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഒക്കെ ഈ mid-17th century മുതലാണ്. ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ടോട്ടൽ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ഗ്രൂ 2.7 fold ബിറ്റ്വീൻ 1700 and 1870. ആ ഇംഗ്ലണ്ടിലെ ടോട്ടൽ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2.7 fold അത്രയും ആയിരുന്നു. അതായത് 1700-ലും അതുപോലെ തന്നെ 1870-ലും ഒക്കെ ആയിട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ 2.7 ആയിരുന്നു. അഗ്രികൾച്ചർ റവല്യൂഷൻ ഗേവ് ബ്രിട്ടൻ അറ്റ് ദ ടൈം ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് അഗ്രികൾച്ചർ ഇൻ യൂറോപ്പ്. പക്ഷേ അഗ്രികൾച്ചർ റവല്യൂഷന് ശേഷം ബ്രിട്ടനിൽ അതിൻ്റെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂടി. വിത്ത് 19th century yields as much 80% higher than the continental average. അത് യൂറോപ്യൻ കൺട്രീസിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. But Britain's lead eroded as European countries experienced their own agricultural revolution, raising grain yield on average by 60% in the century preceding World War I. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളിലും അതുപോലെ ഈ പറയുന്ന പോലെ ഡെൻമാർക്ക്, നെതർലാൻഡ്, ബെൽജിയം അങ്ങനെയുള്ള രാജ്യങ്ങളിലും അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടനിലാണ് അത് കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടൻ്റെ ഈ പ്രൊഡക്ടിവിറ്റിയിൽ റൈവലായിട്ടുണ്ടായിരുന്ന വേറൊരു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് 19th century സബ്സ്റ്റാൻഷ്യൽ ഗെയിൻസ് ഇൻ ബ്രിട്ടീഷ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വർ rapidly offset by competition from cheaper imports made possible by the exploitation of colonies and advances in transportation, refrigeration and other technology. പിന്നീട് 19th centuryയുടെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വീണ്ടും ഈ ബ്രിട്ടന് കുറച്ചും കൂടി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായി തുടങ്ങി. എന്നാലും ബ്രിട്ടൻ ഇതിൽ ഇമ്പോർട്ടിങ്ങിലൊക്കെ കുറച്ച് ബാക്കിലേക്കായി. കോളനീസിനെ ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ബ്രിട്ടൻ ആ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഈ അഗ്രികൾച്ചറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വാസ് കോയിൻഡ് ബൈ The term Industrial Revolution was coined by Auguste Blanquet
ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അഗസ്റ്റ് ബ്ലാങ്കയാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1837. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന ടേം അദ്ദേഹം എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് arising out of the transition from industries carried in the homes with simple instruments to industries in factories. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് വരെ വീടുകളിലാണ് ചെറിയ ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് വീടുകളിലാണ് അവർ ഈ ഇൻഡസ്ട്രീസ് നടത്തിയിരുന്നത്. ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പോലെ നടത്തിയിരുന്നത്. അത് ഫാക്ടറിയിലേക്ക് മാറി വിത്ത് പവർ ഡ്രിവൺ മെഷീനറി ഇൻ ബ്രിട്ടൻ. അത് വലിയ വലിയ മെഷീൻസ് യൂസ് ചെയ്തിട്ട് വലിയ രീതിയിൽ ഇൻഡസ്ട്രി ആരംഭിച്ചു. അപ്പോൾ അതിന് ആ ഒരു പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ടേമിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന ഒരു ടേം അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. However, historians question the appropriateness of the term on the grounds of industrial revolution covered a period far too long to justify a single label. 1740 മുതൽ 1850 വരെ 1815 തുടങ്ങി 19th സെഞ്ച്വറിയുടെ അവസാനം വരെയും യൂറോപ്യൻ കൺട്രീസിൽ മുഴുവനായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യാപിച്ചു. And the term revolution is misleading for describing a complicated series of forces, processes and discoveries which worked very slowly but gradually and created a new economic organization. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ഇന്നോവേഷൻസ്, പുതിയ മെഷീനറീസ്, ടെക്നോളജീസ്, ഇതിലൊക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കണ്ടൻറ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു കോൾ ഇറ്റ് എവല്യൂഷൻ ആൻഡ് നോട്ട് റെവല്യൂഷൻ. എവല്യൂഷൻ എന്നതിനേക്കാൾ അതിന് ആ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള ടേം. And up to the middle of the 18th century, European society was mainly agricultural. 18th century വരെയും യൂറോപ്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആണ്. പിന്നീടാണ് ഈ ഇൻഡസ്ട്രിക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതും മാനുഫാക്ചറിങ് മെത്തേഡ്സിൽ, പ്രൊഡക്ഷൻ മെത്തേഡ്സിൽ, ഡിസ്ട്രിബ്യൂഷനിൽ ഇതൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് അവിടുത്തെ ജനങ്ങളുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വാസ് ഫ്രീ ഫ്രം ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇറ്റ് വാസ് എ ലോങ് സ്ലോ പ്രോസസ് ഓഫ് ചേഞ്ച്. അത് വളരെ കാലം നീണ്ടു നിൽക്കുകയും വളരെ സ്ലോ ആയിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ് ആണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ രാജ്യത്തിന് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് ഇത് ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചാൽ 18th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിൻ്റെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് മോർ സ്യൂട്ടബിൾ ഫോർ ദി ബിഗിനിങ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അത് സ്യൂട്ടബിൾ ആയിരുന്നു. It enriched her and gave her a lead over other European countries. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മറ്റ് യൂറോപ്യൻ കൺട്രീസിനെ ലീഡ് ചെയ്യാനും ഇംഗ്ലണ്ടിന് കഴിഞ്ഞു. അങ്ങനെ യൂറോപ്യൻ കൺട്രീസിൽ മുഴുവനായിട്ടും ഈ ഒരു റവല്യൂഷൻ സ്പ്രെഡ് ചെയ്തു. ബെൽജിയം, ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള രാജ്യങ്ങളിലെയും ഇത് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അവിടേക്കും പോലും അത് വ്യാപിച്ചു. പക്ഷേ ഫ്രാൻസിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ നെപ്പോളിയൻ്റെ ഫോളിന് ശേഷമാണ്. നെപ്പോളിയനിക് വാഴ്സിനൊക്കെ അതിനൊക്കെ ശേഷമാണ് അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ജർമ്മനി വാസ് എഫക്റ്റഡ് സ്റ്റിൽ ലേറ്റർ ആൻഡ് ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് കണ്ടിന്യൂ ടു ബി മോസ്റ്റ് അഗ്രികൾച്ചറൽ റൈറ്റ് അപ് ടു ദ എൻഡ് ഓഫ് 19th സെഞ്ച്വറി. ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് അത്ര പെട്ടെന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതെല്ലാം അഗ്രികൾച്ചറൽ കൺട്രീസ് ആയിരുന്നു. ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വാസ് പ്രസീഡഡ് ബൈ ദി agrarian revolution in England. And Jethro Tull invented a drill which deposited the seeds in straight furrows with adequate space in between to help luxurious growth. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം വന്നിട്ടുള്ളത് അഗ്രേറിയൻ റവല്യൂഷന് ശേഷമാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നത്. അഗ്രേറിയൻ റവല്യൂഷൻ്റെ സമയത്ത് ജെത്രോ ടൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡ്രിൽ
കണ്ടുപിടിക്കുന്നു. ആ ഡ്രില്ല് കണ്ടുപിടിച്ചതിലൂടെ സീഡ്സൊക്കെ ഇങ്ങനെ ഒരുപാട് ആഴത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ ഒരു ഈ വിത്ത് ഇടുന്നതിലൂടെ നല്ല രീതിയിൽ ചെടികൾ ലക്ഷറിയസ് ആയിട്ട് ചെടികൾക്ക് വളർന്നു വരാൻ ഇത് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഈസ് റൈറ്റ്ലി കോൾഡ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് അഗ്രികൾച്ചർ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഫാദർ ഓഫ് സയൻറ്റിഫിക് അഗ്രികൾച്ചർ എന്ന് പറയുന്നുണ്ട്. ആൻഡ് വിസ്കൗണ്ട് ടൗൺഷെൻഡ് ടേൺ ഹിസ് ലാൻഡ്സ് ഇൻ ടു അഗ്രികൾച്ചറൽ ലബോറട്ടറി. ഇദ്ദേഹം അഗ്രികൾച്ചറൽ ലബോറട്ടറി ആയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ക്രോപ്പ് റൊട്ടേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. Rotation. In the past, every piece of cultivable land was left fallow for a year after 2 years of consecutive cultivation. അപ്പോൾ മുൻപ് എന്ന് പറയുന്നത് ഈ കൾട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ ഭൂമിയും കുറച്ച് നാൾ തരിശായിട്ട് ഇടും, എന്നിട്ടാണ് വീണ്ടും കൃഷി ചെയ്യുക. വിച്ച് മീൻ ദാറ്റ് എവ്രി ഇയർ 1/3 ഓഫ് ആരബിൾ ഏരിയ ഗ്രൂ ന്യൂ ക്രോപ്സ്. അപ്പോൾ എല്ലാ വർഷവും കുറേ സ്ഥലങ്ങൾ കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാനായിട്ട്, ഇത് വേസ്റ്റാണല്ലോ, കുറേ സ്ഥലങ്ങൾ വെറുതെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഒരു ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാം എന്നുള്ളത് അദ്ദേഹം കൊണ്ടുവന്നു. ഫസ്റ്റ് ഇയറിൽ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഇയർ ബാർലി കൃഷി ചെയ്യണം, അടുത്ത 3rd ഇയറിൽ ക്ലോസ്, 4th ഇയറിൽ ടേണിപ്പ്. അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്താണോ യോജിച്ചിട്ടുള്ളത് ആ രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ക്രോപ്പ് റൊട്ടേഷനിലൂടെ ടൗൺഷെൻഡ്, അദ്ദേഹം വിസ്കൗണ്ട് ടൗൺഷെൻഡാണ് ക്രോപ്പ് റൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഇൻകം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഈ ടേർണിപ്പ് എന്ന പൂവ് കണ്ടിട്ടില്ലേ, അത് പോപ്പുലറൈസ് ചെയ്തു, അത് കൃഷി ചെയ്യാനായിട്ട്. പിന്നെ റോബർട്ട് ബാക്ക്വെൽ 1750 നോവൽ മെത്തേഡ് ഓഫ് mating the finest specimen with a certain breed and then make their offspring mate with offspring of better breeds of species. അദ്ദേഹം ഈ ഹോഴ്സസ്, അങ്ങനെ കാറ്റിൽ, ഇതിൻ്റെയൊക്കെ ബെറ്റർ ബ്രീഡ് ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി 18th സെഞ്ച്വറിയുടെ അവസാനമായപ്പോഴത്തേക്കും അയേൺ പ്ലഫുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി, ഹോഴ്സസിനെ യൂസ് ചെയ്തിട്ട് പ്ലഫ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വുഡൻ പ്ലഫ്സൊക്കെ മാറ്റി. ആൻഡ് ന്യൂ ത്രഷിംഗ് മെഷീൻ ഡിസ്പ്ലേസ് എക്സിസ്റ്റിംഗ് ത്രഷിംഗ് ഇംപ്ലിമെൻറ്റ്, ത്രഷിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ റീപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അഗ്രികൾച്ചറിൽ ഈസി ആക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഈ ഒരു റവല്യൂഷൻ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നു ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം പഴക്കം ചെന്നതും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. ആൻഡ് ഇംഗ്ലണ്ട് ഹാഡ് എ പവർഫുൾ നേവി വിച്ച് ഹാസ് ഡിഫീറ്റഡ് ഓൾ ഹെർ റൈവൽസ് ലൈക്ക് ദി ഡച്ച് ആൻഡ് ഫ്രഞ്ച്. അപ്പോൾ അതുകൊണ്ടാണ്, പവർഫുൾ നേവിയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഡച്ചുകാരെയും ഫ്രഞ്ചുകാരെയും ഒക്കെ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താനായിട്ട് കഴിഞ്ഞത്. ആൻഡ് ഷീ വാസ് ദി അൺഡിസ്പ്യൂട്ടഡ് മിസ്ട്രസ് ഓഫ് ദ സീസ്. അപ്പോൾ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താനായിട്ട് വേറെ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഷിപ്പ് സെയിൽ ടു മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ബ്രോട്ട് റോ മെറ്റീരിയൽസ്. അപ്പോൾ ഈ ഇംഗ്ലണ്ടിൻ്റെ കപ്പലുകളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുകയും റോ മെറ്റീരിയൽസ്, ടൊബാക്കോ, ടീ, ഷുഗർ, സ്പൈസസ്, കോട്ടൺ, ഇതൊക്കെ ലാർജ് ക്വാണ്ടിറ്റിയിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കടൽ മാർഗമുള്ള ട്രേഡ് ഇംഗ്ലണ്ടിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫോറിൻ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാൻ ഇംഗ്ലണ്ടിനെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇംഗ്ലണ്ട് വേർ ടു ബിക്കം ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ട് ഒരു വേൾഡിലെ തന്നെ ഒരു റിച്ചസ്റ്റ് കൺട്രി ആയിട്ട് മാറിയതും ഫോറിൻ മാർക്കറ്റൊക്കെ പിടിച്ചെടുക്കാൻ ബ്രിട്ടന് കഴിഞ്ഞിട്ടുള്ളതും ഒക്കെ. In English capitalists and inventors rose to the occasion. There was a strong urge among the people to improve production. അപ്പോൾ അതുമാത്രമല്ല, അവിടുത്തെ ജനങ്ങൾക്കും ഒരു പ്രൊഡക്ഷൻ കൂട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം ജനങ്ങളുടെ മനസ്സിലും ഉണ്ടായിരുന്നു. She had given England vast stores of iron and coal which are the life blood of industry. പിന്നെ ഒരുപാട്
മൈനുകൾ, അതുപോലെ തന്നെ അയേൺ മൈനുകൾ, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതും ഈ ഇൻഡസ്ട്രിയുടെ ഒരു ലൈഫ് ബ്ലഡായിട്ട് പറയും. ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ ഒരു പ്രധാന കാരണം ഇതും കൂടി ആയിരുന്നു. ഇംഗ്ലണ്ടിൽ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്ത്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1694 and national debt were institutions of great importance. They were brought into existence to provide ready money to finance the war against Louis XIV. Loans were made available to the state on the security of taxes. അപ്പോൾ ഈ ഇംഗ്ലണ്ടിൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തതോടെ പല രാജ്യങ്ങൾക്കും ഇത് സാമ്പത്തികമായിട്ട് സഹായം കൊടുത്തിരുന്നു. And in peaceful times that money was available for economic and industrial development at a nominal rate of interest. അതുപോലെ തന്നെ ചെറിയൊരു തുക ഇൻട്രസ്റ്റിൻ്റെ പേരിൽ ഇക്കണോമിക്കും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തു. The engines of industrial revolution which made England so rich and powerful that she was able to stand the strain of Napoleonic wars. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ കണ്ടുപിടിച്ചിട്ടുള്ള എൻജിൻസ് കാരണം ഇംഗ്ലണ്ട് വീണ്ടും അതിൻ്റെ നഷ്ടപ്പെട്ട ആ പ്രതാപവും അതിന് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് കഴിഞ്ഞു. അത് നെപ്പോളിയനിക് വാർസിൽ ഇംഗ്ലണ്ടിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. അപ്പോൾ അതൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിനെ ഹെൽപ്പ് ചെയ്തു. അതിന് പൊളിറ്റിക്കൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഓൾസോ ഫേവറബിൾ ഫോർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു ഫ്രീ കൺട്രിയാണ്. അതുപോലെ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് സ്റ്റേബിൾ ആയിരുന്നു. പിന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പീസ് ഇല്ലാതാക്കുന്ന ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പീസ്ഫുള്ളായിട്ടുള്ള പൊളിറ്റിക്കൽ കണ്ടീഷൻ ആയിരുന്നു. ഇതൊക്കെ തന്നെ കമേഴ്സിൻ്റെയും ഇൻഡസ്ട്രീൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റിന് കാരണമായി. ഇനി അവിടുത്തെ ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിലും അവർക്ക് ദേ ഫീൽ സെക്യൂർ ഇൻ ഇൻവെസ്റ്റിംഗ് മണി. അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നോ അതർ കൺട്രി ഇൻ യൂറോപ്പ് ഹാഡ് സോ മെനി പൊട്ടൻഷ്യാലിറ്റീസ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. രാജ്യങ്ങൾക്കൊന്നും ഇംഗ്ലണ്ടിൻ്റെ അത്രയ്ക്കും പൊട്ടൻഷ്യാലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇംഗ്ലണ്ടിൽ ഈ റവല്യൂഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇംഗ്ലണ്ടിനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പ്രൊഡക്ഷനെ എൻകറേജ് ചെയ്തു എന്ന് മാത്രമല്ല ഇംഗ്ലണ്ടിനെ തന്നെ അത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്തു. ഇനി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് കോട്ടൺ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് മെയിൻലി കൺഫൈൻഡ് ടു ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് കോട്ടൺ ഇൻഡസ്ട്രി, മൈനിങ്, ട്രാൻസ്പോർട്ട്. ഈ മൂന്നെണ്ണത്തിലുമാണ് കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. The urge to increase the production of cotton cloth led men to apply their knowledge and energy to invent machines. അപ്പോൾ അവരുടെ ആ ഒരു കോട്ടൺ ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് എന്ത് ഇൻവെൻറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്? മെഷീൻസ്. അങ്ങനെ സ്പിന്നിങ് മെഷീൻസൊക്കെ ഇൻവെൻറ്റ് ചെയ്തു. ജോൺ കെ ഇൻവെൻറ്റഡ് വാട്ട് വാസ് നോൺ ആസ് ദി ഫ്ലൈയിങ് ഷട്ടിൽ എന്ന ഒരു മെഷീൻ കണ്ടുപിടിക്കുകയാണ്. അത് ഈ വീവിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റുന്ന, കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനറി ആയിരുന്നു. അതുപോലെ തന്നെ വളരെ കുറച്ച് ലേബർ മാത്രം അതിനാവശ്യമായിട്ടുള്ളൂ. ദ ഇൻവെൻഷൻ എനേബിൾ ദ വീവേഴ്സ് ടു ടേൺ ഔട്ട് ഗ്രേറ്റർ ഔട്ട്പുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീവേഴ്സിന് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഇറ്റ് മെയ്ഡ് പോസിബിൾ ദ വീവിങ് ഓഫ് ബ്രോഡ് ക്ലോത്ത് ബൈ വൺ മാൻ. ഒരാളെ കൊണ്ട് തന്നെ ഒരുപാട് വലിയ ക്ലോത്ത് ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യായിരുന്നു. ഇനി അടുത്ത സ്പിന്നിങ് ജെന്നി. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് 1765 സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ മെഷീന് 8 സ്പിൻഡിൽസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് 1 സ്പിന്നർ വാസ് ഏബിൾ ടു ഡു ദ വർക്ക് ഓഫ് 8 സ്പിന്നേഴ്സ്. 8 സ്പിന്നേഴ്സിൻ്റെ വർക്ക് ഒരു സ്പിന്നറിന് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ വുഡൻ ഫ്രെയിമാണ്. അതിൽ 8 സ്പിൻഡിൽസ് ഉണ്ടാവും. ബൈ ദ ടേണിങ് ഓഫ് വീൽ, ഒരു വീല് ടേൺ ചെയ്യുമ്പോഴാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആൻഡ് ന്യൂ മെഷീൻ കമ്പൈൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്പിന്നിങ് ജെന്നി ഓഫ് ഹാർഗ്രീവ്സ് ആൻഡ് ദ വാട്ടർ ഫ്രെയിം ഓഫ് ആർക്രൈറ്റ്. ഇറ്റ് മെയ്ഡ് ദ പ്രൊഡക്ഷൻ ഫൈൻ മസ്ലിൻ പോസിബിൾ. അപ്പോൾ അതിലൂടെ, ഈ മെഷീൻസിലൂടെ ഫൈൻ മസ്ലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ഇൻവെൻറ്റഡ് വാട്ട് വാസ് കോൾഡ് ദ പവർ ലൂം. 1785 ആയപ്പോൾ പവർ ലൂം കണ്ടുപിടിച്ചു. ഇതിലൂടെ വീവിങ് കുറച്ചും കൂടി സ്പീഡാക്കാനായിട്ട് പറ്റി. പിന്നെ വിറ്റ്നി ഇൻവെൻറ്റഡ് ദ മെഷീൻ ബൈ വിച്ച് സീഡ്സ് കുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം കോട്ടൺ ഫൈബേഴ്സ്. കോട്ടൺ ഫൈബേഴ്സിൽ നിന്ന് സീഡ് സെപ്പറേറ്റ് ചെയ്യുന്ന മെഷീൻ കണ്ടുപിടിച്ചു.
പിന്നെ 1785 സിലിണ്ടർ പ്രിൻറ്റിങ് വാസ് ഇൻവെൻറ്റഡ്. അതിൽ ഡിസൈൻ എൻഗ്രേവ് ചെയ്യാൻ പറ്റുന്ന മെഷീനായിരുന്നു. പിന്നെ സ്റ്റീം എൻജിൻ റവല്യൂഷണറി ഇൻഡസ്ട്രി ആൻഡ് മൈനിങ്. സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചതോടെ റവല്യൂഷൻ ഇൻഡസ്ട്രിയും മൈനിങ്ങിലും ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്തു. ജെയിംസ് വാട്ടിൻ്റെ ഈ സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ദെൻ സ്റ്റഡി ദ സ്റ്റീം എൻജിൻ ഓഫ് ന്യൂ കോമൻ റിമൂവ്ഡ് its defects and invented a new engine with a separate condenser, and the new engine was called Beelzebub. അപ്പോൾ ജെയിംസ് വാട്ടിൻ്റെ സ്റ്റീം എൻജിൻ കുറിച്ച് കൗമൻ റിമൂവ്ഡ് ഇറ്റ്സ് ഡിഫക്ട്. അതിന് കുറച്ച് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണു. അപ്പോൾ ആ ഡിഫക്ട്സ് ഒക്കെ മാറ്റിയിട്ട് വേറൊരു എൻജിൻ അദ്ദേഹം കണ്ടുപിടിച്ചു. അതാണ് ബെൽസെബബ് എന്ന് പറയുന്നത്. ഇത് ആദ്യം മൈനുകളിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇത് റൊട്ടേറ്ററി മോഷൻ ബ്രോട്ട് ദ സ്റ്റീം എൻജിൻ ഇൻ ടു കോട്ടൺ ഫാക്ടറീസ് ഓൾസോ. അപ്പോൾ ഇത് റൊട്ടേറ്ററി ആയിട്ടാണ് അതിൻ്റെ മോഷൻ നടക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു കോട്ടൺ ഫാക്ടറീസിലും യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ സ്റ്റീം എൻജിന് ഒരുപാട് ഡിമാൻഡുകൾ ഉണ്ടായി. ആൻഡ് വിത്ത് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ഓഫ് ബോൾട്ടൺ, ജെയിംസ് വാട്ട് ബിഗാൻ ടു പ്രൊഡ്യൂസ് സ്റ്റീം എൻജിൻ ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. അപ്പോൾ ജെയിംസ് വാട്ടിൻ്റെ ഈ സ്റ്റീം എൻജിൻ ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ട് അദ്ദേഹം കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. And the union of machinery with steam force multiplied tremendously the resources of mankind. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ആ ഒരു റിസോഴ്സസ് കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യാണ്. On account of lack of precision tools, James Watt had great difficulty in making the steam engine. Mott's slide rest was a great invention which helped considerably in making of such tools. അപ്പോൾ ഈ ഒരു ടൂൾസിൻ്റെയൊക്കെ അഭാവം സ്റ്റീം എൻജിൻ ഉണ്ടാക്കാനായിട്ട് ജെയിംസ് വാട്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അതിന് ആ സമയത്താണ് സ്ലൈഡ് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻവെൻഷൻ ഈ ടൂൾസൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും ഇടുന്നുണ്ട്. ബാക്കി ഇനി ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, പിന്നെ ഇക്കണോമിക് റിസൾട്ട്, സോഷ്യൽ റിസൾട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ തന്നെ വിചാരിക്കുന്നു. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ബ്രിട്ടീഷ് ഹിസ്റ്ററിയുടെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേര്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അല്ലാതെ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതനുസരിച്ചാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അഗ്രേറിയൻ റവല്യൂഷൻ, പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ അമേരിക്കൻ റവല്യൂഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ 11-ാം തീയതി എക്സാമിന് മുന്നേ തന്നെ, ഒരു കുറച്ച് ദിവസം മുന്നേ തന്നെ നമുക്ക് ഈ ബ്രിട്ടീഷ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റട്ടെ. ഇനിയുള്ള ടോപ്പിക്സ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.